ഗുഡ് മോർണിംഗ് മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂയിലെ കേസിലെ അല്ലേ, ക്യാഷിന് വേണ്ടി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. ആ ഒരു കേസിലെ മറ്റൊരു പ്രോബ്ലമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും മുമ്പുള്ള ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ നടത്തുന്നു. ഇഷ്യൂ നടത്തിയിട്ട് ഡിബഞ്ചറിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരുന്നു അല്ലേ മക്കളെ? അപ്പോൾ അവിടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പാർ വാല്യൂവിലാണ് ഇഷ്യൂ നടത്തുന്നത്. ആ കേസായിരുന്നു നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ ഏരിയയെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പ്രീവിയസ് പാർട്ട് വീഡിയോ കാണാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്രീവിയസ് വീഡിയോ പാർട്ട് കാണുക. അതിനുശേഷം മാത്രം ഈ ഒരു ന്യൂ ഏരിയയിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രോബ്ലം മക്കൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇഷ്യൂഡ് 5,008% ഡിബഞ്ചേഴ്സ് ₹10 ഈച്ച്. അല്ലേ, എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി 5000 ഡിബഞ്ചേഴ്സാണ് അവർ ഇഷ്യൂ നടത്തിയിരിക്കുന്നത്. 8% ഇൻട്രസ്റ്റ് റേറ്റാണ് ഡിബഞ്ചേഴ്സിന്. 10 രൂപയാണ് ഓരോ ഡിബഞ്ചറിൻ്റെ വില എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ് വാല്യൂ, ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. ദെൻ അറ്റ് എ പ്രീമിയം ഓഫ് ₹5 പെർ ഷെയർ. നോക്കി മക്കളെ, ഇഷ്യൂ നടത്തുന്നത് എങ്ങനെയാണ്? അറ്റ് എ പ്രീമിയം ഓഫ് ₹5 പെർ ഷെയർ. 5 രൂപ പ്രീമിയത്തോട് കൂടിയിട്ടാണ് അവർ ഇഷ്യൂ നടത്തുന്നത്. റൈറ്റ്, 5 രൂപ പ്രീമിയത്തോട് കൂടിയിട്ടാണ് ഇഷ്യൂ നടത്തുന്നത്. ദ എമൗണ്ട് വാസ് പേബിൾ ആസ് ഓൺ 3 ഓൺ അപ്ലിക്കേഷൻ 3 ₹7 ഓൺ അലോട്ട്മെൻറ്റിന് 7 ബ്രാക്കറ്റിൽ ഇൻക്ലൂഡിങ് പ്രീമിയം ആൻഡ് ദ ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. റൈറ്റ്, അപ്പോൾ നമുക്ക് ഇത്രയും ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മക്കളെ, നമുക്കിപ്പോൾ എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപ അല്ലേ. 10 രൂപ ഫേസ് വാല്യൂ, 5 രൂപ പ്രീമിയത്തോട് കൂടിയിട്ടാണ് ഒരു ഇഷ്യൂ നടത്തുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് 3 രൂപ അപ്ലിക്കേഷന്, 7 രൂപ അലോട്ട്മെൻറ്റിന്, ബാലൻസ് ഉള്ളത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 10 രൂപയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. 5 രൂപ പ്ലസ് 5 രൂപ, ഓരോ ഷെയറിനും 5 രൂപ പ്രീമിയത്തോട് കൂടിയിട്ടാണ് ഇഷ്യൂ നടത്തുന്നത്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 15 രൂപയല്ലേ. ടോട്ടലായിട്ട് ഇഷ്യൂ നടത്തുന്ന പ്രൈസ് എന്ന് പറയുന്നത് 15 രൂപയാണ്. ബിക്കോസ് 5 രൂപ പ്രീമിയത്തോട് കൂടിയിട്ടാണ്. ഫേസ് വാല്യൂ ആണ് 10 രൂപ അല്ലേ. 10 രൂപ ഫേസ് വാല്യൂ, 5 രൂപയോ പ്രീമിയമാണ്. റൈറ്റ്, 5 രൂപ പ്രീമിയമാണ് മക്കളെ. അപ്പോൾ ഇതിൽ ഈ 10 രൂപയിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എമൗണ്ട് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആകെ പ്രീമിയത്തിൻ്റെ എമൗണ്ടൊക്കെ എടുക്കുന്ന സമയത്ത് തെറ്റിപ്പോവും. ഓക്കെ, ദ എമൗണ്ട് വാസ് പേബിൾ ഓൺ 3 ഓൺ അപ്ലിക്കേഷൻ. അപ്പോൾ 3 രൂപ അപ്ലിക്കേഷൻ അല്ലേ, 3 രൂപ അപ്ലിക്കേഷന് പോയി. ദെൻ 7 ഓൺ അലോട്ട്മെൻറ്റ് ഇൻക്ലൂഡിങ് പ്രീമിയം. നോക്കി മക്കളെ, 7 രൂപയാണ് അലോട്ട്മെൻറ്റ്, അതിൽ പ്രീമിയം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 രൂപയിലെ പ്രീമിയം എന്ന് പറയുന്നത് ഈ 5 രൂപയും കൂടി ഏതിലുണ്ട്? 7 രൂപയിലുണ്ട്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആക്ച്വൽ അലോട്ട്മെൻറ്റ് എമൗണ്ട് എത്രയായിരിക്കും? 2 രൂപയായിരിക്കില്ല. ബിക്കോസ് 7 രൂപ ടോട്ടൽ അലോട്ട്മെൻറ്റ് എന്ന് വേണ്ടി തന്നിരിക്കുന്നു. അതിൽ 5 രൂപ പ്രീമിയം ഉണ്ട്. അപ്പോൾ 7 നിന്ന് 5 പോയി കഴിഞ്ഞാൽ ബാലൻസ് 2 രൂപയാണ് ആക്ച്വലായിട്ടുള്ള അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലായിട്ട് അലോട്ട്മെൻറ്റ് എത്ര വരും? 2 രൂപയാണ്. 5 രൂപ പ്രീമിയം ഉണ്ട്. അലോട്ട്മെൻറ്റിനൊപ്പം നമ്മൾ എന്ത് ചെയ്യുക? പ്രീമിയം റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് ഒപ്പം തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 10ൽ 3 എന്തായി? അപ്ലിക്കേഷൻ, 2 അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, ബാലൻസ് 5 പ്രീമിയമാണ്. അത് മനസ്സിലാക്കുക. ദെൻ അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ദ ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ബാലൻസ് ഉള്ള എമൗണ്ട് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിലാണ് പോകുന്നത്, ബാലൻസ് എമൗണ്ട്. അപ്പോൾ 10ൽ 3 അപ്ലിക്കേഷൻ, 2 അലോട്ട്മെൻറ്റ്. അപ്പോൾ എത്രയായി? 5 ആയില്ലേ. ഇനി 10 എത്രയുണ്ട്? 5 രൂപയില്ലേ. ഓരോ ഡിബഞ്ചറിന് 5 രൂപ വെച്ച് ഇനിയും കളക്ട് ചെയ്യാനല്ലേ. അപ്പോൾ അതെന്ത് ചെയ്തു? കമ്പനി ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് 5 രൂപയായിരിക്കും. അതാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി എന്ന് പറയുന്നത്. മനസ്സിലായ മക്കളെ? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളായിട്ട് ഓരോ ഡിബഞ്ചറിനും 5 രൂപ പ്രകാരമാണ് കമ്പനി കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം. 10ൽ 3 രൂപ എന്ന് പറയുന്നത് അപ്ലിക്കേഷനും, 2 അലോട്ട്മെൻറ്റും, 5 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ എമൗണ്ട്. അത് വന്നത് ഈ രീതിക്കാണ്. 5 രൂപ എന്ന് പറയുന്നത് പ്രീമിയമാണ്. ടോട്ടൽ 15 ഉണ്ട്. അപ്പോൾ 10ഉം അല്ലേ, ഇത് 10ഉം 5 പ്രീമിയം കൂടി ചേർന്ന് 15 രൂപയെ. അപ്പോൾ ഇത്രയും എമൗണ്ടാണ് കമ്പനി കളക്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇൻഫർമേഷനൊക്കെ ചെറുതായിരിക്കും, കുറേ കാര്യങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ വളരെ ഈസിയായി നമുക്ക്. അപ്പോൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ പ്രീമിയം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇഷ്യൂ നടത്തിയിരിക്കുന്നത്. സോ എമൗണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണല്ലോ മക്കളെ. നോക്കിയേ, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടല്ല, അപ്ലിക്കേഷൻ അലോട്ട്മെൻ്റ് ഒക്കെ ഉണ്ട്, കോളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ക്യാഷ് കളക്ട് ചെയ്യുന്നു. വിത്ത് ടേം ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് പ്രീമിയത്തിൽ. ഓക്കെ, പ്രീമിയത്തിലാണ് ഇഷ്യൂ നടത്തുന്നത്. അപ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി? ആദ്യം നമ്മൾ അപ്ലിക്കേഷനിൽ കാണിക്കുന്നു, അലോട്ട്മെൻറ്റിന് കാണിക്കുന്നു, അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പം പ്രീമിയത്തിൻ്റെയും കൂടി എൻട്രി നമ്മൾ കാണിച്ചിട്ടുണ്ടാവണം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എഴുതാൻ തുടങ്ങാം. ജേർണൽ വരയ്ക്കൂ.
ഞാൻ ഓൾറെഡി മക്കളെ ജേണൽ വരച്ചിട്ടുണ്ട്, വീടിൻ്റെ ലെങ്ത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ 2-3 പ്രോബ്ലം ഒക്കെ ചെയ്തില്ലേ. അപ്പോൾ ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് ഡെബിറ്റും ക്രെഡിറ്റും 2 എമൗണ്ടുകളും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ 3 രൂപ അപ്ലിക്കേഷൻ ഉണ്ട്, അപ്ലിക്കേഷൻ എഴുതാം. അപ്പോൾ പ്രീമിയം വരുന്നത് അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പമാണ്. അപ്പോൾ ഇവിടെ അപ്ലിക്കേഷൻ ഒന്നും പ്രശ്നം വരില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ജേണൽ എൻട്രിയിലേക്ക് കിടക്കാം. സോ ജേണൽ എൻട്രി ബിക്കം ആദ്യം അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ഡിബഞ്ചേഴ്സിൻ്റെ ജേണൽ എൻട്രി ബിക്കംസ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് എത്ര പെർസെൻറ്റേജ് ആണ്, 8% ഇൻട്രസ്റ്റ് അല്ലേ, 8% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്, ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ഓക്കെ മക്കളെ, 5000 ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ നടത്തുന്നത്, 3 രൂപയാണ് അപ്ലിക്കേഷൻ മണി. സോ 5000 × 3 ചെയ്യുന്ന സമയത്ത് 15000, 15,000 ആണ് എമൗണ്ടിലേക്ക് പോകുന്നത്, ബാങ്കിലേക്ക് പോകുന്നത്. സോ നരേഷൻ ബിക്കം ഇഷ്യൂ ഓഫ് അപ്ലിക്കേഷൻ മണി. ഓക്കെ, അപ്ലിക്കേഷൻ ഇഷ്യൂ അല്ല മക്കൾ, അപ്ലിക്കേഷൻ മണി അല്ലേ, അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ എത്ര ഡിബഞ്ചേഴ്സാണ്, 5000 ഡിബഞ്ചേഴ്സ് at rupees 3 per at rupees 3. ഓക്കെ, 3 രൂപ പ്രകാരം. ക്ലിയർ ആയോ, ഡൗട്ട് ഇല്ലല്ലോ. അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ 5000 ഡിബഞ്ചേഴ്സ് at rupees 3. ഓക്കെ, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം at rupees 3 ഓൺ at rupees 3 പെർ ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ അത് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഴുതിയിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻട്രി ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത് മക്കളെ നമ്മൾ എന്താണ് കാണിക്കേണ്ടത്, രണ്ടാമത് ഈ അപ്ലിക്കേഷൻ മണീനെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ദ ജേണൽ എൻട്രി ബിക്കംസ്, അപ്പോൾ എഴുതിപ്പോവുക, എന്താ എൻട്രി എന്താ വരിക, 8% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു 8% debentures account is 15,000 narration transfer of debenture application money to debentures account. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2 എഴുതി. ഫസ്റ്റ് അപ്ലിക്കേഷന് 2 എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അലോട്ട്മെൻറ്റിലേക്ക് കിടക്കാം. അലോട്ട്മെൻറ്റിൽ പ്രീമിയം കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ ആദ്യം പ്രീമിയം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ എൻട്രി ചെയ്ത് എന്താ എൻട്രി വരിക, ഡിബഞ്ചറിൻ്റെ അലോട്ട്മെൻറ്റിൽ നടക്കുന്നത്. സോ 8% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് debtor, then 8% debentures account to പ്രീമിയം ക്രെഡിറ്റ് ചെയ്യണ്ടേ, ടു ഏതിലെ ക്രെഡിറ്റ് ചെയ്യുക, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ, ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഓക്കെ, എൻട്രി കറക്റ്റായിട്ട് ചെയ്താൽ പ്രീമിയം കമ്പനിക്ക് കിട്ടുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എമൗണ്ടൊക്കെ എങ്ങനെ എടുക്കുന്നുള്ളത്. മൊത്തം 5000 ഡിബഞ്ചേഴ്സാണല്ലോ മക്കളെ, ടോട്ടൽ 5000 ഡിബഞ്ചേഴ്സാണ് നമുക്ക്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് പ്രീമിയത്തിൻ്റെ എമൗണ്ടാണ് പോവുക. അപ്പോൾ 5000 ഡിബഞ്ചേഴ്സിന് ഓരോ ഡിബഞ്ചറിനും 5 രൂപ പ്രകാരം പ്രീമിയം. അപ്പോൾ 5000 × 5 25,000 പ്രീമിയമായിട്ട് പോവും. എവിടേക്ക്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ദെൻ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇനി ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്കാണ് മക്കളെ എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, എത്രയാണ് അലോട്ട്മെൻറ്റ് മണി എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ് അലോട്ട്മെൻറ്റ് മണി നമ്മൾ റിസീവ് ചെയ്യുന്നത്, 2 രൂപയല്ലേ പെർ ഷെയറല്ല പെർ ഡിബഞ്ചറിന് 2 രൂപയല്ലേ. അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് 5000 × 2 അലോട്ട്മെൻറ്റ് 2 രൂപ. അപ്പോൾ 5000 × 2 ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 10,000, 10,000. രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ പ്രീമിയം ഇൻക്ലൂഡ് ചെയ്തതാണ് എവിടേക്ക് പോവുക, ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക് പോവുക. ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് 10,000,
ടോട്ടൽ അലോട്ട്മെൻറ്റ് എല്ലാം കൂടി റിസീവ് ചെയ്തതാണ്. എല്ലാ മണിയും കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യുക അലോട്ട്മെൻറ്റിൽ. ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റ് മണി എന്ന് പറയുന്നതിലേക്ക് ടോട്ടൽ പോകുന്നു. ഇറ്റ് ഈസ് 35. എമൗണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഡിബഞ്ചറിൻ്റെ പ്രീമിയം നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അലോട്ട്മെൻറ്റ് എത്രയാണ് അലോട്ട്മെൻറ്റ് മണി ഓരോ ഡിബഞ്ചറും നോക്കുക. ടോട്ടൽ അലോട്ട്മെൻറ്റ് മണി എങ്ങോട്ട് പോകുന്നു? നേരെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് പോകുന്നു. രണ്ടും കൂടി ടോട്ടൽ ചെയ്താണ് ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ടത് 35,000. ഓക്കെ, എമൗണ്ട് തെറ്റിപ്പോകരുത് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പ്രീമിയം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. സോ എന്താണ് നമ്മൾ പറയുക? അടുത്ത ഈ എൻട്രി ഇതെന്താ, എന്തിൻ്റെ എൻട്രിയാണിത്? അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയത് അല്ലേ? അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ഓൺ 5,000 ഡിബഞ്ചേഴ്സ്. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി 5,000 ഡിബഞ്ചേഴ്സ്. എത്രയാണ് ഓരോന്നിനും? എത്രയാണ്? 5,000 ഡിബഞ്ചേഴ്സ് at ₹2 each. ദെൻ പ്രീമിയം കൂടി ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ആൻഡ് പ്രീമിയം കൂടി വന്നില്ലേ? ആൻഡ് പ്രീമിയം ₹5 പെർ ഡിബഞ്ചർ. ഓക്കെ, അല്ലെങ്കിൽ ₹5 ഈച്ച് എന്ന് എഴുതിയാലും മതി കേട്ടോ, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്നതിൻ്റെ എൻട്രിയും കൂടി എഴുതി. ശ്രദ്ധിക്കുക, അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ പ്രീമിയത്തിന് നമ്മളവിടെ കാണിച്ചിട്ടുണ്ടാവണം. പ്രീമിയം എമൗണ്ട് എത്രയെന്ന് കംപ്ലീറ്റ് ആയിട്ട് പ്രീമിയം എങ്ങനെ വരിക എന്നുള്ളത് ശ്രദ്ധിക്കണം. എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് അഗെയിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എൻട്രി. എൻ്റെ ജേണൽ വരച്ച് തീർന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വരയ്ക്കുകയാണ്. സോ ഇനി അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന എഴുതണ്ടേ? സോ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന സമയത്ത് എന്താണ് മക്കളെ ജേണൽ എൻട്രി? നേരെ അലോട്ട്മെൻറ്റ് മണി ബാങ്ക് അക്കൗണ്ട് വരും. ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് വരുന്നു, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. സോ ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. സോ ഇത് റിസീവ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 8% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. എത്ര എമൗണ്ട്? 35,000. ഓക്കെ, 35,000. ടോട്ടൽ എത്ര പോകുന്നത്? 8% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് 35,000. ഓക്കെ, അപ്പോൾ എത്ര എമൗണ്ട് വരിക? 35,000, 35,000. ഓക്കെ, ദെൻ നറേഷൻ അലോട്ട്മെൻറ്റ് മണി അലോങ് വിത്ത് പ്രീമിയത്തോട് കൂടിയിട്ട് കേട്ടോ, അലോങ് വിത്ത് ഡിബഞ്ചർ പ്രീമിയം റിസീവ് ചെയ്തു. ഡ്യൂ ആവുന്നതും റിസീവ് ചെയ്യുന്നതും. ഞാൻ എൻട്രി ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഓക്കെ മക്കളെ, ഇനി എന്താണ്? അപ്ലിക്കേഷൻ അണ്ടറിനും എഴുതി, അലോട്ട്മെൻറ്റ് ഡ്യൂയും റിസീവിങ് എഴുതി. ഇനി കോൾ മണി അല്ലേ? കോള് ഡ്യൂ ആവുന്നത് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ കോളിൻ്റെ നമുക്ക് ആദ്യം എഴുതാം. ദാറ്റ് ഈസ് 8% ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അല്ലേ പറയുന്നത്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രകാരം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഫസ്റ്റ് കോളും ഫൈനൽ കോളും സെപ്പറേറ്റ് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ആക്കണം. ഇവിടെ നമുക്ക് ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്നാണ്. അപ്പോൾ മെർജ് ചെയ്തിട്ട് എഴുതാം. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 8% ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ. ദെൻ നമുക്കിവിടെ ശരിക്കും എഴുതണം കേട്ടോ, എനിക്കിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഡെപ്റ്റർ ടു 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്ര രൂപയാണ് വരിക? 5,000 ഡിബഞ്ചേഴ്സ് 5 രൂപയാണ് കോൾ മണി. 5,000 × 5 ദാറ്റ് ഈസ് 25,000. 25,000 that is narration become first and final call money due on entry ചെയ്തില്ലേ? final call money due on 5,000 debentures at rupees 5 each. ഓക്കെ, ക്ലോസ് ചെയ്യുക. ഡ്യൂ ആണ് എൻട്രി ക്ലോസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, ഇനി കോൾ മണി ഡിബഞ്ചറിൻ്റെ കോൾ മണി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. ഇറ്റ്സ് ബിക്കം എന്താ എൻട്രി റിസീവ് ചെയ്യുന്ന സമയത്ത് എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താ നമ്മൾ റിസീവ് ചെയ്യുന്നത്? 8% ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എത്ര എമൗണ്ട്? 25,000. അതിൻ്റെ എൻട്രി വെച്ച് നമുക്ക് വേഗം എഴുതാൻ പറ്റും. ഇതൊക്കെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ്ഡ് അത്ര എഴുതാം. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ്ഡ്
നമുക്ക് അല്ലെങ്കിൽ റിസീവ്ഡ് ഓൺ 5,000 ഡിബഞ്ചേഴ്സ് at ₹5 ഈച്ച് എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. റിസീവ്ഡ് കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ മക്കളെ. സോ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിളാണ്. എൻട്രീസ് മാത്രം അറിയണം നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ ഡിബഞ്ചറിൻ്റെ അലോട്ട്മെൻറ്റിൽ പ്രീമിയം വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു, ആ എമൗണ്ട് അങ്ങനെ പ്രീമിയത്തിൽ വരിക എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ ക്വസ്റ്റ്യനിൽ ഇനി എന്തെങ്കിലും ഹിഡൻ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. സോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഈ പ്രോബ്ലത്തിനുണ്ടെങ്കിൽ മക്കളെ ചോദിക്കുക. താങ്ക്